നൂറ ഡിസേർവിംഗ് ആണ്. നല്ല രീതിയിൽ ഗെയിം കളിച്ചു. നല്ല എൻഡ്യൂറൻസ് ഉണ്ട്. നല്ല നല്ല എബിലിറ്റി ഉണ്ട്. അടിപൊളിയാണ്. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണും. അയ്യോ, പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഇന്നലെ ആ ഒരു എൻഡ്യൂറൻസ് ടാസ്ക്, കാറിനകത്തിരിക്കുന്ന ടാസ്ക്, ഈ അനീഷ് വന്ന് ഇടിച്ച് കയറി നൂറയെ നടുക്കിലേക്കാക്കി. ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പുറകെ ഇരിക്കുകയാണ്. ആർക്കൊക്കെ എതിരെ എന്തൊക്കെ ആരോപണമാണ് അനുമോൾ ഉന്നയിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അനുമോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. വൃത്തികെട്ടവനാക്കും. നൂറയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കോ അതിലേക്കോ ഒന്നുമില്ല. ശരിക്കും നല്ലൊരു കണ്ടസ്റ്റൻറ്റ്, ഒരു വിമൻ കണ്ടസ്റ്റൻറ്റിന് കപ്പ് കിട്ടുകയാണെങ്കിൽ, നൂറയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഡിസേർവിങ് ആണ്. കാരണം പേഴ്സണാലിറ്റിയും അടിപൊളിയാണ്. ചുമ്മാ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളെ ജനങ്ങൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപടതകളില്ലാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 84 റിവ്യൂ ആണ്. വരും ദിവസങ്ങളിലൊന്നും റിവ്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യത ഞാൻ നോക്കി കാണുന്നില്ല. പൊതുവേ ഞാൻ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുകയാണ്. വല്ല രണ്ടക്ഷരം പഠിക്കാം എന്നുള്ളൊരു ആലോചന ഇല്ലാതില്ല. എന്നാലും വലിയ കഷ്ടപ്പെട്ട് തലച്ചോറിലേക്ക് മറ്റ് കാര്യങ്ങൾ കയറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് എനിക്കിതിൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം ഇന്ന് പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ആരും PR ആണ് എന്നൊന്നും പറയില്ലല്ലോ. വരും ദിവസങ്ങളിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട. ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആഴ്ചയുടെ ഈ എപ്പിസോഡ്സ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്ക് കണ്ണിന് കണ്ടുകൂടാത്ത 2 കണ്ടസ്റ്റൻസ് ഉണ്ടായി ഈ സീസണിൽ. ഒന്ന് അനുമോൾ. നിസ്സംശയം പറയാം, എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. അനുമോളുടെ ഫേക്ക്നെസ്, അനുമോളുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലെ ആ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ചമയൽ, നെവിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് തീരെ പറ്റില്ല. പിന്നെ ഉള്ളത് നെവിനാണ്. നെവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് മാത്രമാണ് നെവിൻ എന്നെ അത്രയധികം വെറുപ്പിച്ചിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡുകളിലെ മെഴുകലിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പരിപാടി നെവിൻ്റേത് അസഹനീയമാണ്, അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഈ നെവിനെ കടത്തി വെട്ടുന്ന തരത്തിലേക്കുള്ള ആ ഒരു ക്യൂട്ട്നെസ് മെഴുകൽ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ഒരു വളിച്ച ചിരിയും ആ ഒരു കാര്യങ്ങളുടെ പ്രസൻറ്റേഷനും എന്തൊരു ഫേക്കാണ്. ഈ സീസണിലെ ഏറ്റവും ഫേക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ നെവിൻ ഫേക്കാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. എന്ത് ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അയാൾക്കറിയാം. മലയാളം അറിയാം, ഭാഷ അല്ലെങ്കിൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ പറയാനറിയാം, സെൻറ്റൻസ് ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഇതൊന്നും അല്ലാത്ത ബബ്ബ അടിക്കുന്ന ഒരു നെവിനെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എന്ത് രസമായിട്ടാണ് സംസാരിച്ചത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതുവരെ കാണിച്ചത് ഒരു പൊട്ടൻകളിയാണ്, ഒരു ഫേക്ക് പരിപാടിയാണ്, അനാവശ്യമായിട്ടുള്ള മെഴുകലാണ്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജെന്യുവനായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ വിരളം കണ്ടസ്റ്റൻസ് ഈ സീസണിലുള്ളൂ. നൂറ ഡിസേർവിംഗ് ആണ്, ടിക്കറ്റ് ടു ഫിനാലേക്ക് ഡിസേർവിംഗ് ആണ്. അതേപോലെ തന്നെ ഈവൻ കപ്പ് എടുക്കുന്ന നിലയിലേക്ക് വന്നെങ്കിൽ പോലും ആ ഒരു ആൾ ഡിസേർവിംഗ് ആണ്. കാരണം പുള്ളിക്കാർ വളരെ ജെനുവിനായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആര്യൻ അതിൻ്റെ സ്പിരിറ്റിലാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഈവൻ ലാലേട്ടനോട് സംസാരിക്കുന്ന ആ ഒരു ഭാഷ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഈ ദിവസങ്ങളിലേത്, ആദ്യ എപ്പിസോഡുകളിലേത് ഇത്തിരി ബോറാണ് എന്നുണ്ടെങ്കിലും ഈ ഫൈനലിലേക്ക് അടുക്കുന്ന സമയത്ത് അയാൾ മാറിയതുകൊണ്ടായിരിക്കാം എപ്പിസോഡുകളിൽ ആ ഒരു പെരുമാറ്റമൊക്കെ എന്ത് മര്യാദയോടെയാണ്, എന്ത് നല്ല ക്ലാരിറ്റിയോടെയാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അക്ബറിനെ കുറേയധികം ആളുകൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ആ ചങ്ങായി വലിയ കാര്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾക്ക് എതിരെ പ്രതികരിക്കുന്നില്ല എങ്കിൽ കൂടെ പുള്ളിയും വളരെ ഫെയർ ആയിട്ട് ജെന്യുവിനായിട്ട് ഗെയിമിനെ നോക്കിക്കാണുന്നുണ്ട്, തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ ആക്ച്വലി ഈ ആരോപണങ്ങൾക്ക് അവർ റെസ്പോണ്ട് ചെയ്തൊരു രീതിയുണ്ട്. ആര്യനും അക്ബറും നെവിനും റെസ്പോണ്ട് ചെയ്തൊരു രീതിയുണ്ട്. ഞാൻ ഇമ്പ്രസ്ഡായി. അത് വളരെ ക്ലിയർ ആയിട്ട് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇപ്പോൾ അവർ ഭക്ഷണം കൊടുക്കാത്തതിലോ അല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഷാനവാസ് വീണ സമയത്ത് കാണിച്ച കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള അതൃപ്തിയോ അല്ലെങ്കിൽ അവർ മനുഷ്യപ്പറ്റില്ലാത്തവരാണ് എന്നുള്ള ചിന്തയോ ഒന്നുമില്ല. ഇപ്പോൾ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ചത് വളരെ കറക്റ്റാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ? ശരിയാണ്, ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാവരും അവരവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോവാറുണ്ട്. ഭക്ഷണം എന്ന് പറയുന്നത് അലമ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു റീസണായിട്ട് എടുത്തിടുന്നു എന്നുള്ളതേ ഉള്ളൂ. മനീഷ് മാത്രം ഭക്ഷണം ഇങ്ങനെ കിച്ചൺ ടീം ഉണ്ടാക്കി തന്നാൽ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഗെയിമിൻ്റെ ഫോർമാറ്റിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നെ പുള്ളിയുടെ ഒരു ഐഡിയയും അതൊക്കെ തന്നെയാണ്. കാരണം പുള്ളി ഇങ്ങനെ സ്ക്രിപ്റ്റ് അനുസരിച്ച് പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഗെയിമാണ്. അതിന് വിരുദ്ധമായിട്ടൊരു സീസൺ വരുന്ന സമയത്ത് പുള്ളിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആളുകൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കെയർ കൊടുക്കാനായിട്ട് നോക്കുക. അത് ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള വഴികളെ കുറിച്ചിട്ട് ആലോചിക്കുക. എന്നാൽ ഇടയ്ക്കൊക്കെ പുള്ളി വളരെ ജെന്യുവിനായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ, ഷാനവാസിനോടുള്ള ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ നോക്കിക്കേണ്ടത് വളരെ ജെന്യുവിനായിട്ടാണ്.
ചില സമയത്ത് പുള്ളി ജെനുവിൻ ആകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകൾക്കത് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിക്കാം എന്ന് പലതവണ പുള്ളി പറഞ്ഞ സമയത്ത് ആരും അത് വിലക്കെടുത്തില്ല. കാരണം ആ ഒരു സമയത്ത് മീറ്റിംഗ് വിളിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കൊന്നും ഉണ്ടാകത്തില്ല, ആളുകൾ തമ്മിലടിക്കും എന്നുള്ള ഒരു കോമൺ സെൻസ് ആണ് ബാക്കിയുള്ള ആളുകൾക്കുള്ളത്. പക്ഷെ പുള്ളിക്ക് ബാക്കിയുള്ള ആളുകളുടെ ഒപ്പം പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള മീറ്റിംഗ് സ്പേസ് ഒക്കെ വേണം. കാരണം ആദ്യം മുതൽ അവസാനം വരെ പുള്ളി ഉപയോഗിച്ചിരുന്നത് അങ്ങനെയുള്ള ഇടങ്ങളായിരുന്നു, ലിവിങ് ഏരിയ ഇടങ്ങളായിരുന്നു, ആദ്യത്തെ കസേരയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ ദിവസങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ബാക്കി പിള്ളേരൊക്കെ അടിച്ചു കയറി കളിക്കുകയാണ്. ഷാനവാസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്കും പോയി. ഇനിയിപ്പോൾ അനീഷ് സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ വരുന്നതെന്നുണ്ടെങ്കിൽ അനീഷ് സൈഡായി പോകും. ഈവൻ സാബുമോൻ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ 7 കാഴ്ചയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കണ്ടസ്റ്റൻസ്, ഗെയിം വൈസും അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി കൊണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ട 3 കണ്ടസ്റ്റൻസ് നൂറ, ആര്യൻ, അക്ബർ എന്നിവരൊക്കെ തന്നെയാണ് കേട്ടോ. അക്ബറിനെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പെടുത്തിയത് പല ആളുകൾക്കും അതൃപ്തി ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് പുള്ളി ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് വലിയ ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ സീസണിൽ വലിയ കാര്യമായിട്ട് തല പോക്കേണ്ട ടാസ്ക് ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻഡ്യൂറൻസ് ടാസ്കുകൾ അവസാനം വന്നപ്പോഴത്തേന് രസകരമായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാർ ടാസ്ക് ഒക്കെ അവർ ചെയ്ത സമയത്ത് സീസൺ 5 ആ ഒരു ഗെയിമൊക്കെ ഓർത്തുപോയി. എന്തായിരുന്നു ശോഭയുടെ ഷോ! അവസാനം കാറിൽ നിന്ന് ഇറങ്ങാതെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. അവിടെ അവർ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഭക്ഷണം എടുത്ത് കഴിക്കുക, ഐസ്ക്രീം കഴിക്കുക എന്നീ കാര്യങ്ങളൊക്കെ. ഇത് നെവിൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അരോചകമായിട്ട് തോന്നി. എന്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കണ്ടസ്റ്റൻറ്റ് നെവിനാണ്. അപ്പോൾ നെവിൻ എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. അപ്പോൾ നെവിൻ അനുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ പറയുകയാണ്, വെള്ളമൊഴിച്ച ഒരു ഇഷ്യൂ പറയുകയാണ്, ഷാനവാസുമായിട്ടുണ്ടായ ഒരു ഇഷ്യൂ, നെവിൻ ഏറെ പേടിച്ചിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നെവിൻ എന്തെങ്കിലും അറ്റൻഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട എന്നുള്ള ഒരു ടോണിൽ പുള്ളിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു സംസാരം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ലാലേട്ടൻ്റെ ആ ഒരു സ്പേസിൽ നിന്നിട്ട് ആ ഒരു കാര്യങ്ങളെ നോക്കി കാണുന്ന സമയത്ത് അത് പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. നെവിനെ പുള്ളിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താണ് അനുമോളുടെ ഇഷ്യൂ എന്നുള്ളത് പറയുകയാണ്. അനുമോൾ ആ ഒരു ടോട്ടൽ സീൻ ഇങ്ങനെ സെക്കൻഡ് ബൈ സെക്കൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എങ്ങനെ വന്നു, എത്ര തുള്ളി മുഖത്ത് വീണു, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഈ തുള്ളിക്കണക്കൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ആദിലെയും ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്യായ വെറുപ്പിക്കൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ആദില ആൻഡ് ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ അത് എൻജോയ് ചെയ്തു. കുറേയധികം ആളുകൾക്ക് എൻജോയ് ചെയ്യേണ്ടി അവസ്ഥ വന്നു. കാരണം എല്ലാ ആളുകളും കൂടെ അത് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ഇവിടെ അനുമോൾ ആ കട്ടിലയിൽ കിടക്കുകയാണ്, ഉറക്കത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഞെട്ടി എഴുന്നേൽക്കേണ്ടി വരുന്നത്, പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ഞെട്ടി എഴുന്നേൽക്കേണ്ടി വരുന്നത്. ലാലേട്ടൻ പറയുന്നത് ന്യായമാണ്, എഴുന്നേൽപ്പിച്ചിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പട്ടി ഉരയ്ക്കും, ബിഗ് ബോസ് വിളിച്ചോളും. അപ്പോൾ അവിടെ ചുമ്മാ അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടി വെള്ളം തെളിക്കുന്ന ഒരു പരിപാടി. നെവിൻ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ സമയത്ത് ആര്യൻ എടുത്തുകൊണ്ട് വന്നത് മുഖത്ത് തെളിക്കാൻ പാകത്തിൽ ഇത്തിരി വെള്ളമാണ്. അപ്പോൾ ആര്യൻ അവിടെ ഇടപെട്ട രീതിയോട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം അത് പ്രൊവോക്കിംഗ് ആണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പ്രൊവോക്കിംഗ് ആയിട്ട് പറയുന്നത് അതൊരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അനുമോൾക്കെതിരെ ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കരുത്, അല്ലെങ്കിൽ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ കണ്ടസ്റ്റൻസിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒപ്പോണൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു. അനുമോളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള റീസൺസ് നെവിൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നെവിൻ എന്ന് പറയുന്നത്. കാരണം ഇന്നും ഈ നെവിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടും നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ ജെൻഡർ വെച്ചിട്ടും അയാളുടെ രീതികൾ വെച്ചിട്ടൊക്കെ അപമാനിക്കുന്ന ചില വർത്തമാനങ്ങൾ, ആ ഒരു പഴഞ്ചൻ വർത്തമാനം അനുവിൻ്റെ ഭാഗത്തുനിന്ന് വരും. ആർക്കാണെങ്കിലും അനുവിനെ ഒരു ശത്രുവായിട്ട് നോക്കിക്കാണാനായിട്ട് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള, ഇപ്പോൾ നെവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റമാണ് അനുവിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പോൾ ഇവരിങ്ങനെ വെള്ളം തെറിപ്പിക്കുന്നു. അപ്പോൾ അനു ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുന്നു. വെള്ളം ബോട്ടിലെടുത്ത് ഒഴിക്കുന്നു. തിരിച്ച് കാണിച്ച ആ ഒരു രീതി, തിരിച്ച് കാണിക്കുന്ന രീതിയിൽ അനു രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, മൈക്കും ക്യാമറയൊക്കെ ഒരു കവചമായിട്ട് തീർക്കുകയാണ്. പുള്ളി വെള്ളം ബെഡിൽ ഒഴിക്കുന്നു. അത് വളരെ മോശം. കാരണം ഒരാൾ കിടക്കുന്ന കിടക്കപ്പായയിൽ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പരിപാടി. അതേപോലെ തന്നെ അതൊരു പ്രോപ്പർട്ടിയാണ്, അത് നശിപ്പിക്കുന്ന പരിപാടി, യോജിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഇഷ്യൂ. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലെ മൊത്തത്തിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവങ്ങൾക്കൊക്കെ യോജിക്കുന്ന തരത്തിലേക്കുള്ള അലമ്പുകളാണ് അവിടെ നടക്കുന്നത്. ഇതങ്ങനെ വലിയ മാരക സംഭവമൊന്നുമല്ല. ഇവരുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ഇവരുടെ ഒരു പരിധിയിലൊക്കെ നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ് അവിടെ നടന്നത്. ഇനി ഷാനവാസിൻ്റെ ഇഷ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാലും ഷാനവാസ് പറഞ്ഞ കാര്യം ന്യായമാണ്. കാരണം ആ ഒരു വെസലിൽ അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം. ഇവർ ക്യാപ്റ്റൻ ആയതു മുതൽ അതൃപ്തിയോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്.
അപ്പോൾ അവർ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇവർ കിച്ചണെടുത്ത് എന്തുകൊണ്ടാണ് ഇവർ ഗ്യാങ് ആയിട്ട് നിന്നിട്ട് കിച്ചണിൽ മാത്രം ഫോക്കസ് ചെയ്യാം, പാത്രം കഴിക്കാം, ഫ്ലോറ് അവർ കൈകാര്യം ചെയ്യും, അവരുടെ കൂടെ കൂടണ്ട എന്നുള്ള മൈൻഡ് സെറ്റോടെയാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ ബാക്കിയുള്ള ആളുകൾ നല്ല ഉഴപ്പായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. കിച്ചൺ എടുത്തത് ഒരു മോശം ഡിസിഷനായിരുന്നു. അത് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ആ ഒരു പാത്രത്തിൻ്റെ കാര്യം വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ മൊത്തത്തിലുള്ള ബഹളങ്ങൾക്കിടയിൽ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പാലിൻ്റെ ഇഷ്യൂ വരുന്നു. നെവിൻ പാലെടുത്തെറിയുന്നു. അത് വരെ ഓക്കെയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഷാനവാസിൻ്റെ വീഴ്ച നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നത് പോലെ മൾട്ടി ആംഗിളിൽ അവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടും അവർ വെറും സാധാരണ മനുഷ്യന്മാർ ആയതുകൊണ്ടും അവിടെ വലിയ ഷോ എന്ന് ഓർക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഒരു ഹീറ്റഡ് മൊമെൻ്റാണ്. ഇതാണ് സത്യത്തിൽ അവിടെ എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ആര്യനും അക്ബറും ഒക്കെ ഡ്രാമയാണെന്ന് പറയുന്നുണ്ട്, നെവിൻ ഡ്രാമയാണെന്ന് മനസ്സിലാക്കി നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സീസൺ 7 കണ്ടസ്റ്റൻസിൻ്റെ ഇമാതിരി പരിപാടികളൊന്നും വലിയൊരു സംഭവമായിട്ട് മനുഷ്യത്വത്തിൻ്റെ അളവ് പോലും വെച്ചിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും എനിക്കറിയില്ല. അവിടെ ഷാനവാസ് വീണ് കിടന്ന ആ ഒരു മൊമെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അനീഷയ്ക്കേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും അത്ര മനുഷ്യത്വത്തോടെ പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ ആ ഒരു 8 മിനിറ്റ് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. 8 മിനിറ്റ് എടുത്തു ഇദ്ദേഹത്തെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയധികം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ശത്രുത മറന്നിട്ട് എത്രയും പെട്ടെന്ന് അയാളെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള ആളുകളെ ആ ഒരു സമയത്ത് വെറുപ്പ് മാറ്റി വെച്ചിട്ട് ചേർത്ത് നിർത്തുക എന്നുള്ളതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ആരും തൊടണ്ട, അക്ബർ തൊടണ്ട, നിങ്ങൾ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്ന പെങ്ങളൂട്ടീസ് എല്ലാം കൂടെ എടുത്തടിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്നെ ന്യായം പറയാനായിട്ടാണ്. അപ്പോൾ അത് സംസാരിച്ച് വന്നപ്പോഴത്തേന് വളരെ ക്ലിയറായി. ഇപ്പോൾ ഷാനവാസിന് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്, പുള്ളിക്ക് ഹാർട്ടിനൊരു ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു വീഴ്ച വലിയൊരു പ്രശ്നമായി. ഇപ്പോൾ അത് വേറെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തൊരു പാലെടുത്ത് നെവിൻ എറിഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നും ആകത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇതിനകത്ത് കുറേ അൺഫെയർ ആയിട്ടുള്ള പരിപാടികളുണ്ട്. ഈ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ കുറേ അൺഫെയർ പരിപാടിയുണ്ട്. ഹൃദ്രോഗിയായിട്ടുള്ള ഒരാളെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഗെയിമിൽ ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് ബാക്കി കണ്ടസ്റ്റൻസിന്. കാരണം മനുഷ്യത്വത്തിൻ്റെ അളവുകോൽ എപ്പോഴും നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഇപ്പോൾ ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന രണ്ടാളുകൾ, പാർട്ട്നേഴ്സായിട്ടുള്ള രണ്ടാളുകൾ, അവർ രണ്ടുപേരും ആദ്യം ഒറ്റ ഗെയിമേഴ്സായിട്ട് വരുന്നു, പിന്നെ അവർ ഇൻഡിവിജ്വൽ ഗെയിമറായിട്ട് മാറുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. കാരണം ഈ ബിഗ് ബോസിൻ്റെ ഫോർമാറ്റിൽ എങ്ങനെയാണ് ഒരാൾ തൻ്റെ കെട്ട് മാറാപ്പുകൾ ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അതിൻ്റെ ഒരു ഗെയിം. പക്ഷേ അതിലെന്ന് പറയുക പരസ്പരം അവർ മാത്രമേ ഉള്ളൂ. അവർ ഒരു ഹൗസിലേക്ക്, അവർ വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോകുന്നു, ജോലിക്ക് പോകേണ്ട ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇല്ലുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജും കിട്ടുന്ന സമയത്ത് അവർക്കത് കുറേ കംഫർട്ടബിളാണ്. അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന നെവിൻ പോലും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. കാരണം അയാൾക്ക് PR സപ്പോർട്ടില്ല, അയാൾക്ക് ഫാൻ ബേസിൽ ഒന്നുമില്ല. ഇപ്പം അനുമോളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോരം ന്യായീകരണങ്ങളാണ് ഇഷ്ടംപോലെ വീഡിയോസായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്യാൻ ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ നെവിനെയൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ അൺഫെയർ ആയിട്ടുള്ള പരിപാടികൾ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഈ സീസണിൽ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷ് പറയുന്നത് 3 ആളുകൾക്കും ക്യാപ്റ്റൻസി കിട്ടിയതുകൊണ്ട് അതിൻ്റെ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചതാണ് അവിടെ നമ്മൾ കണ്ടത്. മാക്സിമം ഇവർ വീട് കലക്കിയിട്ടുണ്ട്. നൂറ പറയുന്നത് നെവിൻ ചെയ്തതും തെറ്റാണ്. അതിനുശേഷം അനുമോള് ചില പരാമർശങ്ങളൊക്കെ നടത്തി നെവിൻ്റെ ആണത്തത്തെ കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. അതും തെറ്റാണ്. നെവിൻ എപ്പോഴും ട്രിഗറിങ് ആണ്. അനുമോള് പറയുന്നത് നെവിന് പേഴ്സണലി തന്നോട് എന്താണ് ഇത്ര ഇഷ്യൂ എന്നുള്ളത് അറിയില്ല. പുറത്തുനിന്ന് ആളുകൾ വന്ന സമയത്ത് നെവിൻ വളരെയധികം കോൺഫിഡൻ്റ് ആയി. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് വലിയ സപ്പോർട്ട് ഉണ്ട് എന്ന് തോന്നലുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് അനുമോള് പറയുന്നത്. അനുമോളായിട്ട് സംസാരിക്കും. എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ സംഭവം മുഖത്ത് കൊണ്ടിരുന്നത്? ഇങ്ങനെ ഒരുമാതിരി ഇളിഭ്യതയോടെ സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല. ലാലേട്ടൻ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസൺ തുടങ്ങിയിട്ട് ഒരു എപ്പിസോഡിൽ വാ തുറന്ന് കണ്ടത് ഈ തവണയാണ്. കാരണം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പണി കിട്ടിയതുകൊണ്ട് പിന്നീട് പല ദിവസങ്ങളിലും ശകാരം ഏൽക്കേണ്ടി വന്നതുകൊണ്ട് അനുമോൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അനുമോൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തിരി ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് കാര്യമായിട്ട് മെഴുകുന്നതും നമ്മൾ എപ്പിസോഡിൽ കണ്ടതാണ്. ഒരു ആർഗ്യുമെൻറ്റിനും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ലോജിക്കൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ ഒരു പരിപാടി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ഗെയിം കളിക്കരുത്, ഇങ്ങനെ ഗെയിം കളിക്കരുത്. അക്ബറൊക്കെ പറഞ്ഞ കറക്റ്റാണ്. ഇത് ബിഗ് ബോസ് ഹൗസാണ്. ഇവിടെ അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കേണ്ടി വരും. പാത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാര്യമായിട്ട് എടുത്തിടേണ്ടി വരും. അപ്പോൾ ഷാനവാസിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു സീസൺ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ തവണ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നെവിൻ്റെ മെഴുകൽ തീരെയില്ല.
വളരെ മാന്യമായിട്ട് ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നു നെവിൻ കാര്യങ്ങളൊക്കെ കട്ടെടുക്കുന്നു, സ്വന്തം കാര്യത്തിന് വേണ്ടി ലക്ഷറി സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നു. അപ്പോൾ നെവിൻ കറക്റ്റായിട്ട് ചില പോയിന്റുകളൊക്കെ എടുത്തിടുന്നുണ്ട്. എന്താണ് അനുമോൾക്കെതിരെയുള്ള തൻ്റെ വെറുപ്പിൻ്റെ കാരണം, ഇഷ്ടക്കേടിൻ്റെ കാരണം? അപ്പോൾ നെവിൻ ആ ഒരു ആണത്തത്തെക്കുറിച്ചിട്ട് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് ഈ വെള്ളമൊഴിക്കൽ സംഭവത്തിന് ശേഷം പറഞ്ഞതാണോ മുന്നേ പറഞ്ഞതാണോ? മുന്നേയും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ന്യായമായിട്ടും നെവിൻ അനുവിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് ആയിട്ട് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോമിനേഷനിൽ നെവിനെ പിടിച്ചിടുന്നതാണോ നെവിൻ്റെ ദേഷ്യത്തിന് കാരണം എന്നുള്ളതായിരുന്നു ലാലേട്ടൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ സാബുമോൻ പറയുന്നു നെവിൻ പേഴ്സണലി തന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. നൂറ പറയുന്നു നെവിൻ ലക്ഷറി ഐറ്റംസ് ഒക്കെ സ്വന്തം കാര്യം നോക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ കിച്ചൺ ഇഷ്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അക്ബർ പറയുന്നു അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു കിച്ചൺ ഡ്യൂട്ടി എടുത്തത് തന്നെ ഒരു പരാജയമല്ലേ എന്നുള്ളത് ചോദിക്കുന്നു. ഭക്ഷണം കിട്ടാത്ത കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. നെവിൻ ആൻഡ് അക്ബർ ഫുഡ് കഴിച്ചു, ആ ഒരു പാലും ബ്രെഡും കൂടെ കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നുണ്ട്. വീണ്ടും ഷാനവാസിലേക്ക് വരികയാണ്. വീണ്ടും ഞാൻ ശ്രദ്ധിച്ച കാര്യമുണ്ട്, നെവിൻ നല്ല ക്ലിയർ ആയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനു മുമ്പേയൊക്കെ ഉള്ളത് എന്തും എഴുക്കലായിരുന്നു ഓരോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. എന്തൊരു അഭിനയമായിരുന്നു ഇയാളുടെ. അനീഷിൻ്റെ ഭാഗം കേൾക്കുകയാണ്. അനീഷ് പറയുന്നു നെവിൻ ഈ ആഴ്ച വളരെ അഗ്രസീവായിരുന്നു. കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് ബാധ കയറുന്നത് പോലെയാണ് നെവിനിൽ കാണപ്പെട്ടത്. ഷാനവാസ്, നൂറ എന്നിവർക്കൊക്കെ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഷാനവാസിന് മറ്റേ ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്, നൂറയ്ക്ക് ഗ്യാസ് കയറുന്ന കാര്യങ്ങളുണ്ട്. നെവിനാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് ബെഡിൻ്റെ അവിടെയൊക്കെ മാറ്റിവെക്കും. ബ്രെഡും പാലും കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ കഴിക്കുന്നില്ലേ? നൂറ ആൻഡ് ടീമും കഴിക്കുന്നുണ്ട്, അനീഷ് മാത്രമാണ് കഴിക്കാതിരിക്കുന്നത്. ഇപ്പോൾ സാബുമോനൊക്കെ ഈ രണ്ടടുക്കള പരിപാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പുള്ളി നോക്കുമ്പോഴത്തേക്ക് ഓരോ ആളുകൾ ഓരോന്നുണ്ടാക്കുന്നുണ്ട്, രണ്ടും പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ആൾക്കാരും കഴിക്കുന്നുണ്ട്, ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാവരും കട്ടെടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വഴക്ക് എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ന്യായമായിട്ടുള്ള ഡൗട്ട്. ഇതിനുശേഷം വീണ്ടും ഷാനവാസിൻ്റെ ഇഷ്യൂയിലേക്ക് വരികയാണ്. ആദിലാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എല്ലാവരും സ്ട്രെസ് ഓവറായിട്ട് കൊടുത്തു, ഈ 3 ക്യാപ്റ്റന്മാർ ഓവറായിട്ട് കൊടുത്തു. ഏതായാലും ഈ 8 മിനിറ്റിൻ്റെ കാര്യമാണ് ലാലേട്ടൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. 4 തവണ ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇവർ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയില്ല. അക്ബറും ആര്യനും ഒക്കെ പറയുന്നുണ്ട് ഈ ഡ്രാമയാണ് എന്ന് അവർ വിചാരിച്ചു, ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതിനോടൊപ്പം പറഞ്ഞതിന് ശേഷമൊക്കെ ഈ ഷാനവാസ് വീണപ്പോൾ അത് ആ ഒരു രീതിയിൽ അവർ തെറ്റിദ്ധരിച്ചു. അനീഷിന് വലിയ വിഷമമായി പോയി. അനു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്രെയിം നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് അനുമോൾ ആ ഒരു ടോട്ടൽ സീനിനെ വിശദീകരിക്കുകയാണ്. ഈ പാത്രത്തിൽ ഇങ്ങനെ അഴുക്ക് അക്ബർ ചൂണ്ടിക്കാണിച്ചതാണ് ഷാനവാസിന് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് അനുമോൾ പറയുകയാണ്. അക്ബർ ന്യായമായിട്ടും പോയിന്റ് പറയുന്നു, ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്, ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും പ്രേക്ഷകരിൽ ചില ആളുകൾ കൈയൊക്കെ അടിക്കുന്നുണ്ട്, എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എനിക്കറിയില്ല. ആര്യൻ ക്ലിയർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റിലെ പുള്ളിക്ക് ഒരു ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു മിനിറ്റിൽ പുള്ളിക്ക് മനസ്സിലായി ഷാനവാസിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അനു കൈ തട്ടി മാറ്റി. എന്തൊക്കെയാണെങ്കിലും 8 മിനിറ്റ് മുതലാക്കാനായിട്ട് ഒരു 8 മിനിറ്റ് മുതലാക്കാനായിട്ട് പെങ്ങളുട്ടികളും നമ്മുടെ ടീംസ് എല്ലാം കൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീടാണെങ്കിലും ഇവർ നൈസായിട്ട് ഇവൻ നൂറടക്കം നൈസായിട്ട് ഇത് അക്ബറിൻ്റെയും നെവിൻ്റെയും തലയിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ സീസണിൽ ആണുങ്ങളുടെ ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയത് അഡ്മിറ്റ് ചെയ്യും. ഓക്കെ, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യും. അതിപ്പോൾ നെവിനാണെങ്കിലും അക്ബർ ആണെങ്കിലും ആരാണെങ്കിലും അഡ്മിറ്റ് ചെയ്യും. ഷാനവാസ് കുറേയൊന്നും അഡ്മിറ്റ് ചെയ്യാറില്ല. ഷാനവാസ് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമേ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ലാലേട്ടൻ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അനീഷ് ഒരു കാര്യവും അഡ്മിറ്റ് ചെയ്യാറില്ല. അനീഷിന് ഒരു ഫേക്ക്നെസ്സിൻ്റെ ഭാഗമാണ് അതൊക്കെ. ഇതിനുശേഷം കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ആദില നൂറയൊക്കെ ഉന്നയിച്ചതിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെവിൻ തൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നു. പെട്ടി പാക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നു, വസ്ത്രം എടുത്ത് വെച്ചതിനെ കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതൊരു ഡ്രാമയാണെന്നൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ, അതൊരു ന്യായമായിട്ടുള്ളൊരു പോയിൻ്റായിരുന്നു. നെവിൻ അപ്പോൾ അടുത്തൊരു പോയിൻ്റ് അവിടെ എടുത്തിരുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു പോയിൻ്റാണ്. തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ഏട്ടൻ ഇക്ക ഒരു വിഷമത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം അനുമോളും ആദിലയും നൂറയൊക്കെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെയിം മീൻസ് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചോദിക്കുന്നു. അപ്പോൾ ആദിലയുടെ ആ ഒരു നാടക ഡയലോഗ്, അയ്യോ, മൊത്തം ക്രൗഡിനെ കരയുന്ന തരത്തിലുള്ള ഡയലോഗ്. ഉള്ളിലാണ് വിഷമം, പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം അതിഗംഭീരം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ ഒരു സാധനം എനിക്കറിയില്ല, രസമുണ്ടായിരുന്നു. സാബുമാൻ പറയുന്നത് ഇവരുടെ ഭാഗത്ത് തെറ്റില്ല, പക്ഷെ ഇവർ മുൻകരുതൽ എടുക്കേണ്ടതുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനെയൊക്കെ പുള്ളിക്കാരൻ പക്വതയോടെ നോക്കി കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുശേഷം നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. നൂറ ഡിസേർവിങ് ആണ്. നല്ല രീതിയിൽ ഗെയിം കളിച്ചു, നല്ല എൻഡ്യൂറൻസ് ഉണ്ട്, നല്ല എബിലിറ്റി ഉണ്ട്.
അടിപൊളിയാണ്. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണും. അയ്യോ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഇന്നലെ ആ ഒരു എൻഡ്യൂറൻസ് ടാസ്ക്, കാറിനകത്തിരിക്കുന്ന ടാസ്ക്, ഈ അനീഷ് വന്ന് ഇടിച്ച് കയറി നൂറെ നടുക്കിലേക്കാക്കി. ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പുറകെ ഇരിക്കുകയാണ്. ആർക്കൊക്കെ എതിരെ എന്തൊക്കെ ആരോപണമാണ് അനുമോൾ ഉന്നയിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അനുമോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. വൃത്തികെട്ടവനാക്കും. എത്ര തവണ ഒരാഴ്ച പല ആളുകളെ, എസ്പെഷ്യലി ആണുങ്ങൾ, വൃത്തികെട്ടവൻ എന്ന് വിളിക്കും. അത് എന്ത് വേടാണ് വൃത്തികെട്ടവൻ എന്ന് പറയുന്ന ഒരു വേടൊക്കെ കേട്ട് അവിടെ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എൻഡ്യൂറൻസ് ടാസ്കിൽ പെടുത്താൻ വരുന്നൊരു സംഗതിയാണ്. നൂറ വളരെ പക്വതയുടെ ഫ്രണ്ട് ഇരിക്കുന്നു. ആരൻ അവിടുന്ന് ന്യായമായിട്ട് ഇങ്ങടേക്ക് തള്ളുന്നുണ്ട്. അനീഷ് ഇങ്ങടേക്ക് ഇട്ട് ഞെരുക്കുന്നുണ്ട്. അപ്പോഴും ഈ ജെൻഡർ കാർഡോ അല്ലെങ്കിൽ തൊട്ടു പിടിച്ചു എന്ന് പറയുന്ന കാർഡോ ഒന്നും എടുത്തിരുന്നില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ആര്യൻ ചെറുക്കൻ അടി കൊള്ളേണ്ട ചില കയ്യിലിരിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആര്യൻ ഇങ്ങനെ നമ്മുടെ നൂറയുടെ വയറിലേക്ക് നോക്കി എന്തോ കമൻറ്റ് പറഞ്ഞു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അവിടെയും അതൊരു വലിയ ഇഷ്യൂ ആക്കണം എന്ന് ആദില പറയുന്നുണ്ട്. കാരണം അവരുടെ ഒരു പരിപാടി അതാണ്. ഇപ്പോൾ അനുമോൾ അതിലേക്ക് ആ ഒരു പരിപാടിയാണ്. പക്ഷേ അനുമോളും അത് കുറച്ചും കൂടെ പക്വതയോടെ ഡീൽ ചെയ്തു കേട്ടോ. നൂറ പറഞ്ഞു അത് വേണ്ട, ഞാനത് അവിടെ അവൻ സോറി പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, അത് വിട്ടേക്കാം. നൂറയുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കോ ആദിലേക്കോ ഒന്നുമില്ല. ശരിക്കും നല്ലൊരു കണ്ടസ്റ്റൻറ്റ്, ഒരു വിമൻ കണ്ടസ്റ്റൻറ്റിന് കപ്പ് കിട്ടുകയാണെങ്കിൽ, നൂറയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഡിസേർവിങ് ആണ്. കാരണം പേഴ്സണാലിറ്റിയും അടിപൊളിയാണ്. ചുമ്മാ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളെ ജനങ്ങൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപടതകളില്ലാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് നൂറയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടാസ്കിലും ഗംഭീരമായിട്ട് കളിച്ചു. ആരും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ആയിപ്പോയത് നന്നായി. കാരണം അയാൾക്ക് അത് കിട്ടേണ്ടതാണ്. എല്ലാ ഗെയിമും മാന്യമായിട്ട് എഫേർട്ട് ഇട്ട് കളിക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് കാണിക്കും ആര്യൻ. അത് വെറുതെ കാണിക്കുന്നതാണോ, ഗുണപ്പെടില്ല. എന്നാലും വെറുതെ ഇങ്ങനെ നമ്മൾ വെറുപ്പിക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കും. അനീഷ് കാണിക്കുന്നത് പോലുള്ളൊരു പരിപാടി. അനീഷ് അറിയത്തില്ല, ബിഗ് ബോസ് പറഞ്ഞാലേ കള്ളത്തരമാണെന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല പ്ലെയർക്കുള്ള ഒരു ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് നൂറയ്ക്കാണ്. അതിന് സെക്കൻഡായി പോവേണ്ടത് തന്നെയാണ്. കാരണം അമ്മാതിരി കള്ളത്തരങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ എൻഡ്യൂറൻസ് ടാസ്കിലെ പല ഗെയിമുകളെ കുറിച്ചിട്ട് അവിടെ ഒരു ചെറിയ അനാലിസിസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഏറെ ഉണ്ട്. ഞാനത് ടൈം ഒത്തിരി ആവുന്നതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ മീമുള്ളിൻ്റെ ഗെയിമും മറ്റേ കുരിശേ കിടക്കുന്ന പോലെയുള്ളൊരു ഗെയിമും അതിൽ സാബുമോൻ വീണ് പോകുന്നതുമൊക്കെയാണ്. പിന്നെ മറ്റേ അനീഷ് ഫുള്ള് പ്രോപ്പർട്ടി ഒരുക്കിക്കൊണ്ട് ഓടിയ ഒരു ഓട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷം മറ്റേ ആസ്ക് ദ സ്റ്റാർ കോണ്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന് ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റിനോട് ഫേവറിറ്റിസം ഉണ്ടോ എന്ന് ഒരു പ്രേക്ഷക ചോദിക്കുകയാണ്. കണ്ടസ്റ്റൻസിൽ പല ആളുകളും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതിന് എന്താണോ മറുപടി കൊടുക്കുന്നത്, ഞാനത് പറയേണ്ട ആവശ്യമുണ്ടോ, അത് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അനീഷേട്ടൻ അനുമോൾ കെയറിങ് ക്രഷ് പരിപാടികൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും എവിക്ഷൻ നാളത്തേക്കാണ്. ആര് പോകുമെന്നുള്ളത് നാളെ അറിയാം. ആര് പോകുമെന്നുള്ളതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അറിയാൻ പറ്റിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ തീരെ അതൊന്നും ഫോളോ ചെയ്യത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലാത്തതാണ് കേട്ടോ. നെവിൻ വളരെ ടെൻഷനോടെ സ്മോക്കിംഗ് റൂമിലേക്ക് ഓടുകയാണ്. ആര്യൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നീ സൂപ്പറാടാ, നീ അടിപൊളിയാണ്, ചില ആഴ്ചകളിൽ അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ഉള്ളത്. നെവിൻ പോവാറായിട്ടുണ്ട്. നെവിനല്ലാതെ ആരാണ് പോകാൻ ഏറ്റവും ഡിസേർവിങ് എന്നുള്ളത് എനിക്കറിയില്ല ഈ ആഴ്ച. സാബുമോൻ വേറെ ലീഗാണല്ലോ, അത് വേറെ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ വോട്ടിംഗ് ആണത്. എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി സാബുവിനെ പിടിച്ച് നിർത്തുന്നതായിരിക്കും. ആദില നൂറ വളരെയധികം എക്സൈറ്റഡ് ആണ്. അവർ വാങ്ങുന്ന വീടിൻ്റെ, അവർ താമസിക്കുന്ന ഇടത്തിൻ്റെ കീറുന്ന ഇടത്ത് തന്നെ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വെക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാനൊക്കെ അവർ ഇടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അവരുടെ ഡിസ്കഷൻസ്. കൊള്ളാം, വളരെ രസകരമായിട്ടുള്ള പരിപാടികൾ. നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നാളെ സമയമുണ്ടെങ്കിൽ കണ്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. സമയമില്ലാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം ഇങ്ങനെ ഈ 100 പ്രശ്നങ്ങൾ ഇങ്ങനെ തലയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇത് ഫുള്ള് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വപ്നത്തിലേക്ക് ഇവർ കടന്നു വരുന്നു എന്നുള്ള പരാതിക്കേണ്ട. അതൊക്കെ ഉള്ളതാന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കിടന്ന സമയത്ത് ഞാൻ ഈ നെവിനെയൊക്കെ സ്വപ്നം കണ്ട്, എന്തിനാണ് നമ്മുടെ വേറെ എന്തെങ്കിലും പരിപാടി ഉള്ള സമയത്ത്, വെറുതെ ഫ്രീ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഇവരെയൊക്കെ സ്വപ്നം കണ്ട് നമുക്ക് വേണേൽ കിടക്കാം. ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. സാമ്പത്തിക നഷ്ടമുണ്ട്, പക്ഷേ സാമ്പത്തിക നഷ്ടം നമ്മൾ നോക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബിഗ് ബോസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മറ്റേ യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല പൈസയുടെ പരിപാടി കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മൾ ഒരു ദിവസം ഇത് വേണ്ടാന്ന് വയ്ക്കുമ്പം ആയിരങ്ങളാണ് നഷ്ടം. ആയിരങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മളിത് വേണ്ടാന്ന് വെക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. വിഷമമുണ്ട്, പൈസ പോകുന്നത് ഓർത്തിട്ടും. നിങ്ങളിൽ പല ആളുകളും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്തും വിഷമമുണ്ട്. പക്ഷേ മൾട്ടി ടാസ്കിങ്ങിനുള്ളൊരു എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.